തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. കോൺഗ്രസിൽ തർക്കമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നതിനിടയിലാണ് പ്രഖ്യാപനം വരുന്നതിനു മുൻപേ കൊച്ചി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി ദീപ്തി മേരി വർഗീസിന്റെ പേരിൽ പോസ്റ്റർ പ്രിന്റ് ചെയ്തു തുടങ്ങിയത്. നേരത്തെ കൊച്ചി മേയർ സ്ഥാനത്ത് നിന്നും തഴയപ്പെട്ടതിൽ DCC നേതൃത്വത്തിനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ദീപ്തിയെ നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്താണ് അനുനയിപ്പിച്ചത്. ഈ വാഗ്ദാനം നിലനിൽക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴും ദീപ്തിയുടെ പേരില്ല. മേയർ കസേര നൽകാതെ ഇരിക്കാൻ സഭ ഇടപെടുകയും ദീപ്തിയെ തഴയുകയുമാണ് ഉണ്ടായത്. കോൺഗ്രസ് നേതൃത്വം ദീപ്തിയെ അവഗണിച്ചതിനെ തുടർന്ന് ദീപ്തി പാർട്ടി വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മേയർ സ്ഥാനാർത്ഥിയായി ദീപ്തി മേരി വർഗീസിനെ ഉയർത്തി കാണിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. എന്നാൽ മേയർ സ്ഥാനത്ത് നിന്നും ദീപ്തിയെ തഴയുകയും അതൃപ്തി രേഖപ്പെടുത്തി ദീപ്തി പരസ്യമായി രംഗത്തെത്തിയതും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. എന്നാൽ KC വേണുഗോപാൽ അടക്കം ദീപ്തിയെ നേരിട്ട് വിളിക്കുകയും നിയമസഭയിലേക്ക് അംഗീകാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതുമായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദീപ്തിയുടെ പേരിൽ പോസ്റ്ററുകൾ അടിച്ച് പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ പോസ്റ്റർ വിവാദത്തിനെതിരെ ദീപ്തിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. മത്സരാർത്ഥിയായിട്ടല്ല താൻ പ്രത്യക്ഷപ്പെട്ടതെന്നും മുഹമ്മദ് ഷിയാസിന് സ്വാഗതം എന്ന നിലയ്ക്കാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. സ്ഥാനാർത്ഥിയായാലും ഇല്ലെങ്കിലും എല്ലാം പോസിറ്റീവാണ്. UDF നയിക്കും, കേരളം ജയിക്കുമെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കൊച്ചി സീറ്റിൽ ദീപ്തി മേരി വർഗീസിനായി KC വേണുഗോപാലും മുഹമ്മദ് ഷിയാസിനായി VD സതീശനും ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അവസാന ഘട്ടത്തിൽ മുഹമ്മദ് ഷിയാസിനെ കൊച്ചി സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചുവെന്ന വിവരങ്ങൾക്കിടെയാണ് ദീപ്തിയുടെ പ്രതികരണം. മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പോസ്റ്ററുകൾ അടിച്ചത്. നേരത്തെ തൃക്കാക്കര ചോദിച്ചിരുന്നെങ്കിലും സിറ്റിംഗ് MLA മാർ മത്സരിക്കുമെന്ന് വന്നതോടെയാണ് കൊച്ചിയിൽ സാധ്യത പറഞ്ഞത്. പ്രചാരണ പരിപാടികൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പാർട്ടി പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകും, ഇല്ലെങ്കിൽ ഇല്ല. ആര് മത്സരിച്ചാലും ഇത്തവണ UDF മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് ദീപ്തി നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം രണ്ടാം ലിസ്റ്റ് വന്നപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കൊച്ചിയിലെ സ്ഥാനാർത്ഥി. മുഹമ്മദ് ഷിയാസിനെ പിന്തുണച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയിരുന്നു. കൊച്ചിയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ സാരഥി മുഹമ്മദ് ഷിയാസിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ സുധാകരനെ ചവിട്ടിയതുപോലെ KC പക്ഷത്തിനെ ചവിട്ടിയത് VD സതീശനാണോ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇതിനിടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്.